ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ആയിഷ സലീം കിച്ചൺ. അപ്പം ഞങ്ങൾ ഒരു പ്രകൃതി രമണീയമായ രമണീയം എന്ന് പറയുമ്പോൾ മഴ ഇല്ലാത്തതുകൊണ്ട് രമണീയമില്ല, കുറച്ച് ഉണങ്ങിയിട്ടുണ്ട്. എന്നാൽ അവിടെ നിന്ന് മട്ടൻ മധുബൂത്തിൻ്റെ മട്ടൻ്റെ കഴുകി വൃത്തിയാക്കി ഇവിടെ കയ്യിലുണ്ട്, അതിൻ്റെ കയ്യിലുണ്ട്. അതിലൂടെ അപ്പം ഒന്ന് പൊളിക്കൂലേ? ആ മട്ടൻ മധുബൂത്താണ് ഇന്ന് നമ്മളെ വിഭവം. നമ്മൾ ഔട്ട്ഡോർ ആയിട്ടാണ് ഉണ്ടാക്കിയത്, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ വീട്ടിൽ നിന്ന് പൊടിച്ചാണെന്ന് പോകാമെന്ന് വിചാരിച്ചു. അതിന് മസാല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാതെ നമ്മൾ സ്വന്തമായിട്ട് അത് വറുത്ത് പൊടിച്ചുണ്ടാക്കുക. ഓൾമല്ലി ഉണ്ട്, അതുപോലെ തന്നെ ജാതിപത്രി, ഗ്രാമ്പു, ഏലക്ക, നല്ല ജീരകം, പെരുംജീരകം, ജാതിക്ക, കുരു, പട്ട, പിന്നെ അതുപോലെ തന്നെ കുരുമുളക്, മഞ്ഞപ്പൊടി അവിടെ പൊടിച്ച പൊടി അടുത്തുള്ളത്. ചട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടാക്കി വറുത്തിട്ട് പൊടിച്ചിട്ട് നമുക്ക് റെഡിയാക്കണം. ഓക്കെ, മല്ലി കുറച്ച് കൂടുതലുണ്ട്, കാരണം എന്താ വെച്ചാൽ മല്ലിൻ്റെ അതാണ് കൂടുതൽ നമുക്കതിൽ കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇത് നമ്മൾ ഈ കാറ്ററിങ് അവസ്ഥയിലുണ്ടാകുമ്പോൾ ഞങ്ങൾ ആദ്യമൊക്കെ ഈ പൊടികളൊക്കെ ഇറങ്ങിയതിന് മുമ്പ് ഇങ്ങനെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യാറുണ്ടായിരുന്നത്. പിന്നെയാണ് ഇപ്പോൾ സുലഭമായിട്ട് ഇവിടെ മന്തി മസാല, കബ്സ മസാല, അതുപോലെ തന്നെ പിന്നെ ഇപ്പോൾ ഈ മധുബൂത്ത് മസാല എന്നൊക്കെ പറഞ്ഞിട്ട് വരാൻ തുടങ്ങിയത്. മുമ്പ് കാലങ്ങളിൽ ഇങ്ങനെ പൊടിച്ചിട്ടായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു രീതി തന്നെയാണ് നമ്മൾ പിന്തുടരുന്നത്. മട്ടൻ മധുബൂത്തിന് വേണ്ട മസാലക്കൂട്ടുകൾ നമ്മൾ വറുത്തിട്ടുണ്ട്, നല്ലോണം വറവായിട്ടുണ്ട്. നമ്മൾ മിക്സിയിലേക്ക് മാറ്റിയിട്ട് അത് പൊടിച്ചെടുക്കണം. ആ സാധനങ്ങളും ലാസ്റ്റ് നമ്മൾ കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി അല്പം ചേർത്തിട്ടുണ്ട് കേട്ടോ, ചെറിയ സ്പൂണ്. നമ്മൾ ഈ കടയിൽ നിന്ന് വെറുതെ വാങ്ങിച്ചോളൂ, പക്ഷേ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഒന്നുകൂടി സംതൃപ്തിയാണ് മാത്രം. അപ്പം ഇന്നത്തെ പരിപാടി നമ്മളെ എന്താ പറയുക, വില്ലേജ് കുക്കിംഗ് എന്നൊക്കെ പറഞ്ഞ മാതിരി നമ്മളെ സ്വന്തം പ്രോപ്പർട്ടിയിൽ നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കി നോക്കുകയാണ്. ഒരു പരീക്ഷണമാണല്ലോ. നമ്മൾ ഈ ഇൻഡോർ ആയിട്ടാണൊക്കെ ചെയ്തിട്ടുള്ളത് ഇത്രയും വർഷങ്ങളായിട്ട്. ഭാഷ കൂടെ ഉണ്ട് ചെയ്തതിൻ്റെ വൈഫ് ടേസ്റ്റ് ഒക്കെ തന്നെ ഉള്ള ഒരു എന്താ കുക്കറി ഷോ ഒക്കെ, അല്ലെങ്കിൽ കുക്കറിയിൽ ഒരുപാട് എന്താ പറയുക വിദഗ്ധയാണ് അല്ലേ. അപ്പം ഇന്നത്തെ മട്ടൻ മധുബൂത്തി നമുക്ക് ഇവിടെ വെച്ചാണ് പാചകം ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, എല്ലാ സാധനങ്ങളും റെഡിയാണ്. ഇനിയിപ്പോൾ പറമ്പിൽ ഇരിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കസാല വരെ കൊടുത്തിട്ടുണ്ട്. ആയിഷ പിടിക്ക്. ഞാനിപ്പോൾ ഇറങ്ങണമെന്ന് ആലോചിക്കുന്നത്. ചട്ടിയും പാത്രം ഇവിടെയൊക്കെ ഇവിടെ ഇരിക്കട്ടെ തൽക്കാലം. നല്ല ഇളയ കൊറ്റനാട് പിലായ്പിൻ്റെ ചിന്ന കൊറ്റനാടാണ്. എല്ലാം പീസായിട്ട് 1 കിലോയിൽ ഒരു 6 കഷ്ണം വെട്ടിയുള്ളത്. അപ്പോൾ 2 കിലോയാണ് നമ്മൾ ഇറച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു 12 പീസുണ്ട്. കഴുകിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ കഴുകലോണ്ട് മട്ടൻ വൃത്തിയാവില്ലല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. ഇറച്ചി കാണുമ്പോൾ മനസ്സിലാവും കഴുകാത്ത ഇറച്ചിയും കഴുകിയ ഇറച്ചിയും. പൊതിച്ചിട്ട് പാത്രം പൊതിച്ചിട്ട് ഇവള് പിന്നെ ഈ ബീഫൊന്നും അവൾക്ക് കഴിക്കില്ല, ആയിഷ കഴിക്കില്ല. പക്ഷേ ഈ മട്ടനെ കൊടുന്നാൽ അതിൻ്റെ എല്ലാ മറ്റേ സാധനങ്ങളും ഈ തെളിവ് വെള്ളം നെയ്യ് കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഇറച്ചി മാത്രം ഇതേമാതിരി ഇറച്ചി മാത്രമാക്കിയിട്ട് എടുക്കൽ. അപ്പോൾ അങ്ങനെ ആ ശീലം എനിക്കും വന്നിട്ടുണ്ട്. എന്നാലും കുറച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്, പക്ഷെ മൊത്തം കളയാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ,
അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എനിക്ക് 2 കിലോ മട്ടൺ ഉണ്ട്. അപ്പോൾ ഒരു 4 തക്കാളി, 4 പച്ചമുളക്, കുറച്ച് പുതിനൻ്റെ ഇല, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പട്ട, ഏലക്കായ, ഇതൊക്കെ ഇതിലേക്ക് ആദ്യം വേണ്ട മറ്റ് കാര്യങ്ങളൊക്കെ. മറ്റേ നമ്മൾ മസാലപ്പൊടി വീട്ടിൽ നിന്ന് പൊടിച്ച് എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ പാചകം നമുക്ക് ഈ പ്രകൃതിയിൽ വെച്ചിട്ടാണ്. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. പല വീഡിയോസിൽ നമ്മളങ്ങനെ കാണലില്ല. അപ്പോൾ ഒരു സ്ഥലം ഇങ്ങനെ തിരഞ്ഞു നോക്കിയപ്പോൾ നമ്മളെ കഞ്ഞിപ്പറയിലെ സ്ഥലം തന്നെ ഉപയോഗിക്കാമെന്ന് കരുതി. മല്ലിനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുപ്പ് കത്തിക്കാം. അത് ഈ ഓപ്പൺ എയറിൽ ചെയ്യുമ്പോഴേ ഐഷ കാറ്റടിച്ചത് ഗ്യാസ് സ്റ്റൗ കിടാൻ പാടില്ല. അതിനാണ് ഇപ്പോൾ ഈ സംവിധാനം നമ്മൾ ചെയ്യുന്നത്. മറ്റേ നമ്മൾ ടൈമും പോവും, കുക്കാണ്ട സമയം പോവല്ലോ. ഓക്കെ കണ്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഓയിലല്ലോ ഉപയോഗിക്കണം അല്ലേ? ഈ അറേബ്യൻ ഡിഷസിനൊക്കെ ഓയിലാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ സൺഫ്ലവർ ഓയിലല്ല കേട്ടോ, നമ്മളെ സാധാ ഓയിലാണ്, പാം ഓയിൽ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിൻ്റെ പേര് ഏലക്കായില്ല, ഏലക്കായും ഗ്രാമ്പും കുറച്ച് പട്ടയുണ്ട്. അപ്പോൾ പട്ട ആദ്യം ഇടല്ലേ? ഇതൊക്കെ ഇവരോട് ചോദിക്കണേ എനിക്കറിയായിട്ടില്ല. പക്ഷെ ഇവർ വരുമ്പോൾ ഇവർ പരിഗണന ഉണ്ടെന്ന് അറിയണ്ടേ. ഞാനിപ്പോൾ അങ്ങനെ ചങ്ങായി പറഞ്ഞു വെച്ചത്. അപ്പോൾ അതിലൊക്കെ ഇടാം. ചൂടായില്ല. അപ്പം അതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ആദ്യം ഇടാം കേട്ടോ. അത് മൂത്ത് തരണം. നമ്മുടേതായ ഐഷ സലീംസ് ചട്ട എടുത്ത മോളെ തരും. പിടിച്ചേക്ക്. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞോളേ. പണ്ടത്തെ പ്രേമിച്ച അധികം കൂടി പറയട്ടുള്ളൂ. എടാ, പ്രേമത്തിന്റെ കാര്യം ഇവിടെ പറഞ്ഞത് എന്ത് മമ്മൂട്ടി ആവാനായി പറഞ്ഞത് എന്ത് ഞാൻ മറക്കാൻ ശ്രമിക്കുന്നോ? അവിടെ പ്രയോഗം ഉണ്ട്, അത് പറയാതെ പറയാം. വീണ്ടും ഓർമ്മ വെക്കണം. അതൊക്കെ ആ കാലഘട്ടത്തിൽ അങ്ങനെ സംഭവിച്ച പക്വതയില്ലല്ലോ. 17-16 വയസ്സിലല്ലോ അതൊക്കെ. അല്ലാണ്ട് ഇപ്പോഴാണെങ്കിൽ പ്രേമിക്കുവോ? ഇപ്പോഴും പ്രേമിക്കും. പ്രേമിച്ചോണ്ടിരിക്കല്ലേ, പിന്നെ ഇപ്പൊ എന്താ? അല്ല, അത് മോഹൻലാൽ പറഞ്ഞേ. ഞാനാ സ്ഥലത്ത് പറയലുണ്ട്. പ്രായമില്ലല്ലോ അല്ലേ? നമ്മള് സവാള ഇട്ടിട്ടാ സംസാരിച്ചെടുത്ത് സവാള ഇട്ടു. എന്നോട് നാളെ എവിടെ ചെന്ന് ചോദിച്ചു പ്രേമത്തിനെ പറ്റിയോ. ഞാൻ പറഞ്ഞ പ്രേമിച്ചുകൊണ്ടിരിക്കാൻ തന്നെ. അത് ഇപ്പോഴും പ്രേമിക്കുന്നു. നമ്മൾ പ്രേമം തന്നെ ഒരു പെണ്ണിന് മാത്രമൊന്നുമല്ല. നമ്മളെ വസ്ത്രങ്ങളുണ്ട്, ഭക്ഷണം ഉണ്ട്, വാഹനങ്ങളുണ്ട്, യാത്രകളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. അങ്ങനെ ഒരുപാട് വിധം പ്രണയങ്ങളുണ്ട്. ലൈറ്റ് പിന്നെ ഗോൾഡൻ കളർ വന്നാൽ മതി. ഈ ഉള്ളിയൊക്കെ നമ്മൾ ബിരിയാണിക്കൊക്കെ വയറ്റുന്നവർ ഫുള്ള് വേണമെന്നില്ല. പച്ചവള എരിവിനനുസരിച്ച് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യട്ടെ, അത് കുഴപ്പമില്ല. അവളിപ്പോ പറഞ്ഞത് എന്താണ്? വെയിൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിരവധിയായ വെയിലും മഴയും ചൂടും തണുപ്പും ഏറ്റിട്ടാണ് നമ്മളൊക്കെ ഇവിടെ എത്തിയുള്ളത്. പാട്ടുണ്ടല്ലോ അല്ലേ, വാപ്പ കൊണ്ട വെയിലാണ്. ഈ പെണ്ണുങ്ങൾക്കൊക്കെ എന്താ വെച്ചാല് ഇവൾക്കില്ലാന്ന് തോന്നുന്നു. തക്കാളി ഇട്ടിട്ടാ. പെണ്ണുങ്ങളെന്താ കുറ്റം പറയണേ? കുറ്റൊന്നും പറഞ്ഞില്ല. പിന്നെ തക്കാളി 4 തക്കാളി നമ്മൾ വെച്ചില്ലേ, 4 തക്കാളി. അരി ഇത് ഈ വെപ്പം എല്ലാരും പറയും ഞാന് കബ്സ മസാല ഇട്ടു, ഞാൻ മധുബൂത്ത് മസാല ഇട്ടു, ഞാൻ മന്തി മസാല ഇട്ടു പറയും. ഇത് നമ്മൾ പൊടിച്ച മസാല ഇട്. ഒരു സ്പൂൺ കറക്റ്റ് ഇട്ടു. മതി. അപ്പോൾ നമ്മളാ ഒരു പിന്നെ ബസ്മതി ഗോൾഡൻ ഇന്ത്യക്കാരൻ്റെ ഗോൾഡൻ ബസ്മതി അരിയാണ്. അത് കണക്കാക്കിയിട്ട് ഒരു 1 കിലോ അരിക്ക് ഒരു 1.5 ലിറ്റർ വെള്ളം, 1.25 ലിറ്റർ കേട്ടോ. പിടിക്കും. നമുക്ക് ഉപ്പിട്ടിട്ടില്ല, ഉപ്പിടണം. ആവശ്യത്തിനുണ്ടോ നോക്കിയിട്ട് നമുക്ക് പിന്നെ ചെയ്യാം.
കുറച്ചൊന്ന് അടച്ചു വെക്കാം. ആയിഷ് ക്യാരറ്റ് എൻ്റെ പേര് വിളിച്ച ആയിഷ് മോളെ ആയിഷാബിയതൊന്നും വിളിക്കണ്ട. എൻ്റെ പേര് എന്താണ് എൻ്റെ പേരെന്നാ പറയേ? എൻ്റെ പേര് ആയിഷ എന്നാണ്. ആയിഷ ക്യാരറ്റ് ഇട്ടിട്ടാ. അപ്പം നമുക്ക് വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. എൻ്റെ പേര് നാരങ്ങ അല്ല, എന്താ ഉണക്ക നാരങ്ങ, എന്തായാലും പേര് പറയാൻ അറിയില്ല. അതന്നെ ലൂമി. അതിൽ ഇനി പുളി കയറില്ലേ? പിടി. നമുക്ക് മട്ടണേ വേവിച്ച മട്ടണം ഇട്ട് കൊടുക്കാം. വേവിച്ചല്ല കേട്ടാ, കഴിച്ചാണ് മട്ടൺ നല്ലോണം കയറും. ഓരോരുത്തർക്ക് ഓരോ പീസ് ഉണ്ടാവുള്ളൂ കേട്ടാ. കാബറ അല്ല ചെയ്താ തളികയിൽ വെച്ച് ഒന്ന് ഭാര ഫസ്റ്റ് അതന്നെ. മാക്സിമം ഒരു 3-4 വിസിൽ, 4 വിസിൽ മുഴുവനായിട്ട് മതി. ചെറിയ ആടാണ്, നോക്കി ചെയ്യാം. നമുക്ക് അതിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ഇടാം. ഇത് മൂത്തിയാകുമ്പോൾ 4 വിസിലാവും. അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് തുറന്നു അപ്പൊ നമുക്ക് വിസില് പോയതിന്റെ ശേഷം തുറന്നു. ഹലോ പിടിച്ച് കരിയിട്. കോരിയാ കോരി 1 കിലോ അരിയാണ്. എല്ലാം ഒരു 1.5 മണിക്കൂറോളം ഏകദേശം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചാണ്. അപ്പോൾ കുറച്ചിട്ടാ കുറച്ച് ഓയിൽ വെച്ചെടുക്കുക. എന്താ വെച്ചാൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ. നല്ല കുക്കാനോ ചെറുനാരങ്ങ പിഴിയുന്നതും അതുപോലെ തന്നെ. അപ്പോൾ നമ്മൾ ഏകദേശം 1 കിലോ ഇന്ത്യ ഗേറ്റിൻ്റെ ഗോൾഡ് അരിയാണ്. ഇപ്പോൾ ഒരു 3 മണിക്കൂറോളം ഏകദേശം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് നമ്മളെ വെള്ളം ഊറ്റിക്കളഞ്ഞത്. അപ്പോൾ നമുക്ക് അടച്ചിട്ട് 2 വിസിലടിച്ചാൽ റെഡിയായി. ഓക്കെ പിടിച്ചോക്കെ. ചൂടുണ്ടാവും. ചൂടില് പിന്നെ അല്ല ഒരു വറ്റെടുത്ത് നോക്കാം. അങ്ങനല്ലേ വയലിട് കഴിക്കില്ല. ടൈപ്പിലായിട്ടുണ്ട് കണ്ടില്ലേ? ഏവാ മട്ടൻ മധുത്ത് റെഡി ആയിട്ടുണ്ട്. നമ്മളെ ഡോക്ടർ ജസീൽ, ഡോക്ടർ സാബർ, പിന്നെ നമ്മളെ സെയ്ദിൻ്റെ വൈഫും ഉണ്ട്. അപ്പോൾ അവരും കൂടി ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കഴിക്കുന്ന ആ പ്രക്രിയയിലേക്ക് പോകാം. കുറച്ച് സലാഡൊക്കെ ഇത് ഇതിൻ്റെ ഭാഗമാണ്. അത് ജർജിർ, ലെറ്റ്യൂസ്. ഈ ചോറ് തീരിനോട് കൂട്ടിയിട്ട് സാലഡും തീരണം. ചോറ് കാണില്ല പോലെ. അപ്പോൾ ഓ നല്ല വേവായിട്ടുണ്ട്. ഓ പിടിക്ക്, നീ പിടിച്ചാണ്. ബിസ്മില്ലാ ബിസ്മില്ലാ. അച്ഛൻ പിടിക്ക്. ചൂടില്ലായിരിക്കും പിന്നത്. എന്താ ചെയ്താ ബിസ്മില്ലാ. ശരി, ഞങ്ങള് കഴിക്കണ്ടാ. കുറെ കാലം ഇങ്ങനെ കഴിക്കണം ആഗ്രഹിച്ചു നമ്മളെ. ഒരു ജസീൽ പ്രവാസി എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ കഴിക്കുന്ന ഭക്ഷണത്തിന് പോലെ ഉണ്ട്. ഞാനും ഒന്ന് കഴിച്ചു നോക്കട്ടെ. കഴിച്ചു നോക്കി. നിങ്ങളെ അഭിപ്രായം കൂടി അറിയണം. തൈറാദാന്റെ അഭിപ്രായം എടുക്കണം കേട്ടോ. ഇതൊരു എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? അൽഹംദുലില്ലാ സൂപ്പർ, മാഷാഅല്ലാ. ശരിക്കും അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. അല്ല, നമ്മൾ ഇതിന്റെ നെഗറ്റീവും പോസിറ്റീവും പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കും. കാരണം ഇത് തുടർന്ന് ഇങ്ങനെ പോണ്ടേ. അപ്പൊ എന്തെങ്കിലും നെഗറ്റീവ് കമന്റ് ഒന്നുമില്ല. നല്ല ഭക്ഷണം. ഓക്കെ ഓക്കെ, എല്ലാരും വെയിറ്റ് ആൻഡ് സീ. ഇൻഷാ അല്ലാഹ്.